വയസ്സിലായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇപ്പോൾ കുറേ രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും അവർക്കെതിരെ പറയുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് അവർ നെഗറ്റീവ് പബ്ലിസിറ്റി കൂട്ടുന്നു, നെഗറ്റീവ് റീച്ചാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും എന്താണ് നെഗറ്റീവ് അല്ലെങ്കിൽ എന്താണ് ഈ പോസിറ്റീവ്? ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരാളുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ അയാളുടെ ജീവനോ ഹാനികരമാവുന്നതോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ബാഡായിട്ട് അയാളുടെ ആരോഗ്യം അല്ലെങ്കിൽ അയാളുടെ സാധാരണയുള്ള ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ ഒരു നെഗറ്റീവ് എന്നുള്ള കാര്യം. അല്ലാതെ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, മറ്റൊരാൾക്കൊരു മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടോ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തടസ്സം ഇടുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് നെഗറ്റീവ് ആവുക? നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് സമൂഹത്തിന് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യം എടുത്തിട്ടില്ലേ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്തിനാണ് വെറുതെ കാണുന്ന വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് റീച്ച് എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൽ നെഗറ്റീവ് വന്നിരിക്കുന്നത്? ഇവിടെ ഞാൻ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് രേണുസുതി ചെയ്തിട്ടുള്ള ആ ഒരു ചാന്ത് എന്നുള്ള ഫിലിമിലെ ആ ഒരു സോങ്, ദാസ് ആയിട്ട് ചെയ്തിട്ടുള്ള സോങ്, അതിൻ്റെ അടിയിൽ വരെ വന്നിട്ട് കുറേ ആൾക്കാരെയൊക്കെ കമൻസ് അത് നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ട്. എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഫുൾ പെർഫെക്ഷനിസ്റ്റോടുകൂടി അഭിനയിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഒത്തുവന്ന് അഭിനയിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ആ സമയത്ത് എന്താണ് അവരുടെ ക്വാളിറ്റി, എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് വെച്ചിട്ട് അവർ ചെയ്യുന്നില്ലേ. അല്ലാതെ നിങ്ങൾ ഈ ഭൂരിഭാഗം ജനങ്ങളും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മെഷർമെൻറ്റ് എന്തിനാണ് വെക്കുന്നത്? അതിൽ എന്ത് കാര്യം ഇരിക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ആ ഒരു വീഡിയോസിലാണ് കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയിട്ട് അവരെ ആക്രമിച്ച് അവരുടെ വായന്ന് കേൾക്കാനുള്ള തിരിച്ച് കേട്ട് പിന്നെയും അത് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഈ ലോട്ടറിയുടെ ഒരു പ്രമോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് വേറെ ഒന്നും എൻ്റെ അറിവിൽ പബ്ലിക്കായിട്ട് അവർ ഈ ഒരു സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതി ചെയ്തിട്ടില്ല. ആ ലോട്ടറി സംഭവം അത് ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും നമ്മൾ അത് സൂക്ഷിച്ചിട്ട് ചെയ്യണമായിരുന്നു. അത് രേണുവിൻ്റെയും അതേപോലെ തന്നെ രേണുവിൻ്റെ കൂടെ ആ ഒരു പ്രേമ ചെയ്തിട്ടുള്ള മറ്റൊരു നടൻ്റെയും അവരുടെ കയ്യിൽ നിന്നുള്ള തെറ്റാണ്. അത് അവർ വന്നിട്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്ത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അല്ലാത്തടത്തോളം അവർ ഒരു ഇൻ്റർവ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അതിൽ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി, കോപ്രായം അങ്ങനെയൊക്കെ പറയണം. ആ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ സോങ്സ് ചെയ്യണതിൽ എവിടെയാണ് നിങ്ങൾക്ക് ഹേർട്ടാവുന്നത്? അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഏത് രീതിയിലാണ് കാണുന്ന ആൾക്കാരെ ഹേർട്ടാവുന്നത്? അത് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ, ചില സോങ്സ് അല്ലെങ്കിൽ ചില ആക്ടർ പിടിക്കുക, അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ കമൻറ്റ് ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അതിൽ വന്നിട്ട് റിയാക്ട് ചെയ്യുന്ന, ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിലെ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഓരോ ഇൻ്റർവ്യൂസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന വ്ളോഗേഴ്സ്, അതിൽ ഒരു അടിസ്ഥാനമില്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളല്ലേ. ഈ അതുൽ എന്ന് പറഞ്ഞ വ്ളോഗർ, ആ പുള്ളിക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. അതിൽ പുള്ളി വന്നിട്ട് ചോദിക്കുവാണ്, രേണുസുതിയുടെ മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു ആണെങ്കിൽ പറ, അത് അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞോ, ആണെങ്കിൽ ആണെന്ന് പറഞ്ഞോ, അതെന്തായാലും പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. കെട്ടാതിരിക്കുക, ഇനി കെട്ട് എന്താന്ന് വെച്ച ചെയ്, പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് കള്ളം പറയരുത്. അങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് പറ, ഒരു കുഴപ്പമില്ല. ഒരാളെ കെട്ടിയതിനു ശേഷം അയാളുമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത ബന്ധത്തിൽ വന്നെന്ന് പറയുന്നത് ഒരു തെറ്റില്ല. പക്ഷെ അയാളെ വച്ചും കൊണ്ട് അടുത്ത ബന്ധത്തിൽ പോയാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ എത്തിക്സ് ആണ്. എന്തായാലും ഇതിന് ഇനി രേണു തന്നെ എക്സ്പ്ലനേഷൻ പറയണം. ഇത് ആ അവിയിൽ പരുവത്തിയിരിക്കുകയാണ്. അത് അവരുടെ പേഴ്സണലായിട്ട് കാര്യം, അത് രേണുവിൻ്റെ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് പുള്ളിക്കാരത്തേക്ക് അതിന് മുന്നേ റിലേഷൻ ഉണ്ടായോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് വേണമെങ്കിൽ കോടതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും കോടതിക്ക് അതിന് ഉത്തരവിടാൻ കോടതിനോട് മാത്രം ബോധിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ നിയമപാലകരോട് മാത്രം ബോധിപ്പിച്ചാൽ മതി. അല്ലാതെ തന്നോടൊക്കെ എന്തിനാണ് വന്നിട്ട് ഇത് ബോധിപ്പിക്കുന്നത്? താനൊക്കെ ആരാണ്? അത് പുള്ളിക്കാരത്തി ഇതിന് മുന്നേ ചെയ്ത മാരേജ് എങ്ങനെയാണ് നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് വന്നിട്ട് ഒരു കൈയും കണക്കില്ലാതെ വെറുതെ നിന്നിട്ട് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന പോലെയാണ്. അവർ എങ്ങനെയെങ്കിലും ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ട് അവിടെ ആയിട്ടുള്ള രീതിയിൽ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവരോരോ വീഡിയോസ് ചെയ്യുന്നു. അതിനെതിരായിട്ട്
നിങ്ങൾ ചെയ്യുന്നു ആ ഒരു ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് നിങ്ങൾ പറയുകയും ചെയ്യേണ്ട. ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട് നിങ്ങൾ പിന്നെയും നിങ്ങളുടെ വ്യൂവർഷിപ്പും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വ്യൂസ് കൂടാൻ വേണ്ടി നിങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നതിലും ചെയ്യുന്നതിലും എന്താണെന്ന് ഒരു അർത്ഥമുള്ളത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ രേണു സുധിയും അതേപോലെ തന്നെ പുള്ളിക്കാരത്തിൻ്റെ സഹോദരി ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതിൽ ലോഗോസും പിന്നെ വേറെ 2-3 യൂട്യൂബേഴ്സും. അതിൽ ലോഗോസിൻ്റെ പേരാണ് മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിൽ നിന്ന് മിക്കവാറും ഞങ്ങളുടെ 4 പേർ ആത്മഹത്യ ചെയ്യേണ്ടവര്, ഞാനും എന്റെ പപ്പായും അമ്മയും ഉൾപ്പെടെ. എന്താന്ന് വെച്ചാൽ ചേട്ടാ സുചേട്ടൻ പോയിട്ട് ഇപ്പൊ അറിയാലോ, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പിറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച്, എല്ലാവരെയും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക. എനിക്കും എൻ്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതില് എല്ലാത്തിനും പിന്നിൽ പിന്നെ അതിലാണല്ലോ ഉപ്പിൽ. അപ്പൊ അതില് ചോദിക്കുന്നത് ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ രേണുവിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രേണുവിൻ്റെ ഈ സഹോദരനെ പറ്റിയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് പറഞ്ഞ പുള്ളി അല്ലെങ്കിൽ വേറെ ഏത് യൂട്യൂബർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളെ വിമർശിക്കുമ്പോഴത്തേക്കും ആ ഒരു വിമർശനം കൊണ്ടിട്ട് അവർക്കത് മാറാൻ വേണ്ടി പറ്റണം, മനസ്സിലായില്ലേ? അതുമാത്രമല്ല, നിങ്ങൾ വിമർശിക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന ജനങ്ങളുണ്ട്. അപ്പം ആ ജനങ്ങൾ അവിടെ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് രേണുവിൻ്റെ സഹോദരിയാണെന്നറിയാം. അവർ പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴത്തേക്കും ആ രീതിയിലുള്ള നോട്ടങ്ങളും ഒറ്റപ്പെടുത്തലും സ്റ്റിഗ്മയൊക്കെ അനുഭവിക്കും. അത് ഒന്നും കാണാണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശനം എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം, അല്ലേ? ഇത് കൂടുതലും വേഴ്സായിട്ട് പോയിക്കൊണ്ട് ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. ഇനി ഞങ്ങളിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ആളുടെ പേരിലേക്കാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനോർത്ത് അവിടെ വെച്ചിട്ട് ഇവർ നിർത്തുന്ന ഓർത്ത്. എന്നിട്ട് ഇതിപ്പോൾ 2-3 യൂട്യൂബേഴ്സൊക്കെ കൂട്ടം ചേർന്നിട്ട് പിന്നെയും രേണുവിനെ പറ്റിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ എന്താണ് ചെയ്തിട്ടുള്ളത്? ആ ഒരു ലോട്ടറിയുടെ ആ ഒരു കാര്യം ഒഴിച്ചിട്ട് ബാക്കി എന്താണ് നിങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള പൊതുജന സമൂഹത്തിനോ ദോഷം വരുന്ന എന്ത് കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്? പിന്നെ പറയുന്നുണ്ട് ഈ സുധില ഫോട്ടോ, എല്ലാ ഇൻ്റർവ്യൂവിലും സുധില ഫോട്ടോ വെക്കുന്നത്. അത് സുധില ഫോട്ടോ വെച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് നിങ്ങളെക്കാൾ കൂടുതൽ സുധിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് സുധില വൈഫ് എന്ന് പറഞ്ഞ രേണു. അപ്പം അതിൽ പുള്ളിക്കാരത്തെ എല്ലാത്തിലും ഫോട്ടോ വെക്കട്ടെ, എല്ലാത്തിലും സുധിയുടെ പേര് പറയട്ടെ, എവിടെ പോയാലും പറയട്ടെ, അത് ഇനിയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. അപ്പം അതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച ആൾക്കാരല്ലേ. വേറെ എന്താ പറയുക, വേറെ ആർക്കും ഗവൺമെൻറ്റാണ് ആ ഒരു മാരേജിന് സാക്ഷ്യമായിട്ട് അവരുടെ ഇടയിൽ നിൽക്കുന്നത്, ലീഗലി ആ ഒരു എഗ്രിമെൻറ്റ് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിൽ ഗവൺമെൻറ് പോലും വന്നിട്ട് പറയുന്നില്ലല്ലോ, ഗവൺമെൻറ്റാണ് അതിനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഓൾറെഡി രേണുസുധി വന്നിട്ട് അതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ആൾക്കാർ സുധിയുടെ പേര് ഇപ്പോൾ ഉപയോഗിക്കും. പിന്നെ അവർ സ്വന്തം ഭർത്താവിൻ്റെ പേരിലാണ്ട് നിങ്ങളുടെ പേര് ഉപയോഗിക്കാൻ പറ്റുമോ? സുധി എന്ന് പറയുന്ന ആൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം ജനമനസ്സുകളുടെ ഇടയിൽ ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരാളാണ്. അപ്പം അത് അവരുപയോഗിക്കും. കാരണം വെറുതെ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റീൽസൊക്കെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഫെയിമിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഷോർട്ട് കട്ടാണിത്. അപ്പോൾ ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങളത് അങ്ങനെ ഉപയോഗിക്കാണ്ട് പാടില്ല, ഒറ്റയ്ക്ക് തന്നെ കഷ്ടപ്പെട്ട് പറ്റണമെന്ന് പറഞ്ഞത് അതെന്തിനാണ് അങ്ങനത്തെ ഒരു മെഷർമെൻറ്റ് വെക്കുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് പാടില്ലെന്ന് വെക്കുന്നത് അത് നിങ്ങളെ ഉപദ്രവിക്കാത്തടത്തോളം, നിങ്ങൾക്കൊരു ഉപദ്രവം ഇല്ലാത്തടത്തോളം കാലം സുധിയുടെ പേര് പറയാണ്ട് പാടില്ല എന്നെന്തിനാണ് പറയുന്നത്? ഇവിടെ വേറെ എന്തൊക്കെ കാര്യമാണ് ചർച്ച ചെയ്തതിനേക്കാളും എന്താ പറയുക, വേറെ എന്തോരം തട്ടിപ്പുകൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് മറ്റേ RJ അഞ്ജലി പുള്ളിക്കാരത്തി വന്നിട്ട് ഇതേപോലത്തെ ഒരു പ്രാങ്കിൽ ആ ഒരു വേർഡ് ഉപയോഗിച്ചതിന് സോറി പറഞ്ഞു. അത് ആദ്യം ഷോർട്സിൽ വന്നിട്ട് സ്റ്റോറി ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ട് അത് പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വീഡിയോ ചെയ്ത് പറഞ്ഞാൽ പോരാ. അത് എന്താണ് പറഞ്ഞത്, അഹങ്കാരത്തിലൂടെയാണ് പറഞ്ഞത്, അത് ആൾക്കാരെ കളിയാക്കുന്ന രീതിയാന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ ആ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിനെ വിളിച്ചിട്ട് പിന്നെയും വീഡിയോ ഇടിപ്പിച്ച്. എന്താ ആൾക്കാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ് വൈകൃതമായിട്ടുള്ള ചിന്ത, ആ ഒരു പ്രാകൃതമായിട്ടുള്ള ചിന്ത, അത് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാവുമെന്ന് അറിയാം. നിങ്ങൾ ആ ഒരു ആളുടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അർജന്റീനയിൽ നിന്ന് പറഞ്ഞ വ്യക്തിയുടെയും തെറ്റ് പറ്റിയിട്ടുണ്ട് ആ ഒരു വേർഡ് വെച്ചിന്. അതിനൊരു പ്രാവശ്യം അവർ സ്റ്റോറി ഇട്ടിട്ടും സോറി പറഞ്ഞ്, അതേപോലെ തന്നെ അവർ വീഡിയോ ചെയ്ത് സോറി പറഞ്ഞ്. എന്നിട്ട് അത് പോരാ, അത് അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടത്? ഇങ്ങനെ കാലിക്കുമ്പിട്ട് താണുകയാണ് പറയുന്നത്. 3 പ്രാവശ്യം പറയിപ്പിച്ചില്ലേ? നാളെ നിങ്ങൾക്കും ഈ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനത്തെ പ്രാകൃതമായിട്ടുള്ള കുറേ ചിന്തകളുള്ള ആൾക്കാരാണ് നമ്മൾ. ഇത്രയും ടെക്നോളജിയിൽ ഇത്രയും ഫോക്കസ് ആയെന്ന് പറയുമ്പോഴത്തേക്കും, അതേപോലെ തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഈ റിയാക്ടേഴ്സിൻ്റെ താഴത്ത് വന്നിട്ട് ഈ രേണുസുദിനെ പറയുമ്പോഴത്തേക്കും റിയാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ അതിൽ ഈ വേടൻ്റെ ഇതിലും അത് ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. വേടൻ പറയുന്ന വർഗീയത, ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. വേടൻ പറയുന്നത് വർഗീയത എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സവർണർ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിഷം, അല്ലെങ്കിൽ ആ ഒരു പ്രാകൃത ചിന്താഗതി, അല്ലെങ്കിൽ ആ ഒരു വിവേചനം, മനസ്സിലായില്ലേ? ഒരു അത്യാവശ്യം എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പൊതുബോധത്തിലുള്ള ആ ഒരു സൗന്ദര്യബോധത്തിലുള്ള മലയാളിയുടെ സൗന്ദര്യബോധത്തിലുള്ള ആൾക്കാർ വന്ന് അഭിനയിക്കുമ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം ബോഡിയും അത്യാവശ്യം വെളുപ്പുള്ള ആൾക്കാരൊന്നും അഭിനയിക്കുമ്പോൾ കുഴപ്പമില്ല. അതിന് ഇത്രയും നാൾ കാണാണ്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ആരെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾ വിമർശിക്കില്ലേ നെഗറ്റീവായിട്ട്? എന്താണ് ഇത്രയും ബോഡി ഷേമിങ് ചെയ്തിട്ട്? അതും ഒരു വിവേചനമാണ്, നിങ്ങളുടെ മനസ്സിലുള്ള വിവേചനമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അറിയാണ്ടിരിക്കുന്ന വിഷയമാണ്. നിങ്ങൾ ആ പറയുന്നതിൽ ഒരു ശരിയുമില്ല. അത് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് അത് ഒരു പ്രശ്നമല്ലാത്തടത്തോളം, നിങ്ങളത് ഹേർട്ടാവാത്തടത്തോളം അവർ ആ ഒരു ഷോർട്ട് ഫിലിം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതിൻ്റെ ഈ താഴെ ഈ യൂട്യൂബിൻ്റെ വീഡിയോസ് താഴെ വന്നിട്ട് എന്തൊക്കെ മോശമാണ് പറയുന്നത് ഒരു സ്ത്രീനെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, എന്തോ എന്താണ് ഒരു ഡാനി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ. പുള്ളി വന്നിട്ട് പറഞ്ഞാൽ എന്തോ മെൻ്റൽ സൈക്കോ അങ്ങനെ എന്തോ ഒരു യൂട്യൂബർ. പുള്ളിയുടെ ഇതിലൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വോയിസ് കോൾ വരുന്നുണ്ട്, അതെല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വോയിസ് കോളിൽ ഞാൻ നോക്കിയായിരുന്നു, അതിൽ വന്നേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരത്തെയാണ്, സുധിയുടെ സെക്കൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കോള് നേരത്തെയും വേറൊരു ചാനലിൽ അവിടെ ഒരു കോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും പറയുമ്പോഴത്തേക്ക് അതിൽ തെളിവുകളൊന്നുമില്ല, വെറുതെ ഒരു വോയിസ് മാത്രം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡിവോഴ്സിന്റെ കാര്യം പറയുന്നോണ്ടാണ് നിങ്ങൾ ലീഗലി സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ 2ാം ഭാര്യയായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതിനുശേഷമാണ് ഈ രേണു എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വരുന്നത്. അതെ. അപ്പോ വീണയ്ക്ക് ഈ രേണു സുധി അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേരന്റെ ഭാര്യയായി ലീഗലി മാറി എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴും അപ്പൊ ഈ രേണു എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊരു ജെനുവിൻ ആയിരിക്കും, അതൊരു ഫേക്ക് ആണ്? ജെനുവിൻ സർട്ടിഫിക്കറ്റ് അല്ല, കൺഫേം ആണ്. ഞാൻ ഇന്റർവ്യൂനല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അവർ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് 2010 മുതൽ ഇങ്ങോട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരുന്നത് എന്താ പറയുന്ന ഫോട്ടോസ് വെച്ചിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ അത് ഇപ്പൊ ഉണ്ടാക്കിയത് ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം പുള്ളിക്കാരത്തിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഈ വോയിസ് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാ, ഈ വ്യക്തി ആരാന്ന് അറിയേണ്ടി പാടില്ല, ഒരു തെളിവില്ലാണ്ടിട്ടാണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്ത സർട്ടിഫിക്കറ്റോ, അതിനുശേഷം ഇപ്പൊ ഈ ഒരു ചാനലിൽ വന്നിട്ട് പിന്നെ ഇപ്പൊ ഒരു കോൾ വന്നിട്ടുണ്ട്, അതിൽ രേണുസുധിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അവരുണ്ടാക്കിയതാണ്, ആ ഒരു ചാനലിൽ കാണിച്ചിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്, അത് ഒറിജിനൽ അല്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ രേണുസുധി കാണിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിനകത്ത് പോലെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക പൊട്ടത്തിലൊരിക്കും. അത് മീഡിയയുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുമ്പോഴത്തേക്കും അത്രയ്ക്കും പുള്ളിക്കാരത്തേക്ക് ബോധമില്ലാത്ത ഒരാളാണ് രേണു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് വന്നിട്ട് പറയുന്നത് എന്താണ്, ഞാൻ ഈ വീണ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തെ ആ കോളോട് പറയുകയാണ്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2010 ശേഷമുള്ള സർട്ടിഫിക്കറ്റ്സിൽ ഫോട്ടോ ഉണ്ടാവുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ, എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ ഒന്നുമില്ല.
അതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിന് മാരേജ് കഴിഞ്ഞത് അവരുടെ ഫോട്ടോസ് ഉണ്ട്. അത് പല കാലങ്ങളോടെ മാറി മറിഞ്ഞും വരും. അപ്പം നിങ്ങൾ എന്താണ് ഈ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ഈ വീണ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തെ ഇങ്ങനെ ഒന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കൊന്നും പേഴ്സണലി വീണിനെ അറിയില്ല. ഈ യൂട്യൂബർ ഈ ചെയ്യുന്ന യൂട്യൂബറിന് ചിലപ്പോൾ വീണിനെ അറിയാൻ വേണ്ടി പറ്റിക്കും. പക്ഷേ കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും ആരാന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇനിയെങ്കിലും വിമർശിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബേസ് എന്താണ്? നിങ്ങൾ വിമർശിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെറുതെ ജസ്റ്റ് കണ്ടന്റ് മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിനെ വെറുതെ ഈ പഴയ പ്രാകൃത ചിന്തയിലേക്ക് കൂടുതൽ വലിച്ചിടാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ആൾക്കാരുടെ ചിന്താഗതിയും മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പല കാര്യങ്ങളിലും വെച്ചിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഓരോ എന്താ പറയുക, ഓരോ സ്കെയിൽ വെക്കുമല്ലോ, ഇതിങ്ങനെ ചെയ്യാൻ പാടുന്നുള്ള സംഭവം. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അധികം പ്രായമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വയസ്സന്മാരൊന്നും അല്ല, പഴയ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരൊന്നും അല്ല. അവരുടെ പറച്ചിൽ കേൾക്കുമ്പോഴത്തേക്കും അവർ പഴയ ആ ഒരു എന്താ പറയുക, ഒരു മോറൽ വാല്യൂസ്, മനസ്സിലായില്ലേ? മനുഷ്യന് ഒരു ഗുണവും ഇല്ലാത്തൊരു മോറൽ വാല്യൂസ്, എന്തെങ്കിലും അതിൽ ഒരു നല്ല വശം വേണ്ടേ? ഇങ്ങനെ ഒരു സ്ത്രീ ഒറ്റക്ക് നിന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് മോറൽ വാല്യൂസ് പറഞ്ഞിട്ട് എന്താണ് ഒരു വിധവയായ സ്ത്രീ ഇങ്ങനെ ചെയ്യാണ്ട് പാടില്ല എന്നൊക്കെ പറയുന്നത്. ആ മോറൽ വാല്യൂസ് ഒക്കെ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൽ ഗുണമുള്ളത്? അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കുക. ഇപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് കഴിഞ്ഞ സൺഡേ ഒരു മുസ്ലിം യുവതി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് സദാചാര പോലീസിങ്ങിൻ്റെ പേരിൽ. സദാചാര ഗുണ്ടായിസം നേരിട്ട യുവതി ജീവനൊടുക്കിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 21-കാരനുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തി അപമാനിച്ചതിന്റെ മനോവിഷമത്തിലാണ് റസീന എന്ന യുവതി ജീവനൊടുക്കിയത്. ഈ കുറച്ച് ആൾക്കാർ പോയിട്ട് ഈ യുവതിനെയും യുവാനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ യുവതിനെ ബന്ധുക്കളിലൊപ്പം പറഞ്ഞയച്ചിട്ട് യുവാവിനെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ ഓഫീസിൽ എവിടെ ഇരുത്തിയിട്ട് ഫോൺ ചെക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് എവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഭൂരിഭാഗം ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പ്രാകൃതമായിട്ടുള്ള ചിന്തയുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ നോക്കുക. കുറച്ചും കൂടി എന്താണ് നിങ്ങളുടെ മനസ്സ് കുറച്ച് ബ്രോഡാക്കുക. മനസ്സിലായില്ല? ഒരാണും പെണ്ണും പിന്നെ സംസാരിക്കുന്നത് കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും റീൽസ് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് വെക്കാതിരിക്കുക. അവരെ നിങ്ങളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അവർ ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വെറുതെ വന്നിട്ട് ഇതേപോലെ അവരെ ബാക്കിലേക്ക് തള്ളിയിടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും മാത്രമേ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.